ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ? അല്പം മാത്രം എണ്ണയും നെയ്യും ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ബസ്മതി റൈസ് 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 5 പച്ചമുളക് ചതച്ചത്, ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനായി കഴുകി വൃത്തിയാക്കി 750 ഗ്രാം ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ചതച്ച പച്ചമുളക്, തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ വേവിക്കാൻ നേരം ചേർത്താലും മതി. പിന്നെ നാരങ്ങ നീര്, തൈരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, ഗരം മസാല, പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1 hour ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് വെക്കാം. ഇനി ബിരിയാണി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1/2 hour നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. 1 hour കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടെ നന്നായി വേണമെന്നുണ്ടെങ്കിൽ വെള്ളവും സ്പൈസ് പൗഡേഴ്സും അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ബിരിയാണി റൈസ് കുക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു കലത്തിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴേക്കും ഏലക്ക, നാരങ്ങ നീര്, ബേ ലീഫ്, ഉപ്പ് എന്നിവ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ചോറ് വാർത്തെടുക്കാവുന്നതാണ്. അരി ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. നട്ട്സ് ഞാനൊന്ന് ഗീയിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട റൈസിൻസും ചേർക്കാം. ഇറച്ചിയിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ലെയർ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെക്കാം. ഇനി നമുക്ക് അല്പം നെയ്യ് ചേർത്തതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ലെയർ ചെയ്ത് കൊടുക്കാം. തൽക്കാലം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചിക്കൻ പീസും ഗ്രേവിയും ലെയർ ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയനും നട്ട്സും ലെയർ ചെയ്യാം. ഇനി ഒരു പഴയ ദോശാപ്പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ ഇതിൻ്റെ മുകളിലായി വെച്ച് കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു അടപ്പ് വെച്ച് ഒന്ന് നന്നായി ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ഇനി ഒരു 1/2 hour ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ എണ്ണയിൽ വഴറ്റാതെ ചെയ്തില്ലെങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കല്ല. താങ്ക് യു.